കല്യാണപ്പല്ലക്ക്. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് ഗംഗ ഉണർന്നെഴുന്നേക്കുമ്പോൾ സമയം ഏകദേശം 4 മണിയോളം ആയിരുന്നു. കണ്ണ് തിരുമ്മി എഴുന്നേറ്റവൾ മുറിയിലെ കണ്ണാടിയിൽ നോക്കി. മുടിയൊന്ന് ഒതുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. പിന്നെ കിണറ്റുകരയിലേക്ക് പോയി മുഖം ഒന്ന് കഴുകി തിരികെ വീണ്ടും അടുക്കളയിൽ ഇട്ടിരിക്കുന്ന കുരണ്ടിപ്പലകയിലേക്ക് ഇരുന്നു. ഉഷ വൈകിട്ടത്തേക്കുള്ള കട്ടൻ കാപ്പി ഇടാൻ തുടങ്ങുകയാണ്. എന്തുപറ്റി? നിനക്ക് വയ്യേ? പെട്ടെന്ന് ഉഷ ചോദിച്ചതും ഗംഗ കള്ളം ചെയ്ത കുട്ടിയെപ്പോലെ മുഖം കുനിച്ചു കളഞ്ഞു. അല്പം മുമ്പ് കരഞ്ഞു കലങ്ങി ചുമന്ന കണ്ണുകൾ കണ്ടതുകൊണ്ടാണ് ഉഷ അങ്ങനെ ചോദിച്ചതെന്ന് ഗംഗയ്ക്ക് മനസ്സിലായി. കുഴപ്പമില്ല അമ്മേ, കുറച്ചുനേരം കിടന്ന് ഉറങ്ങിയതിൻ്റെ ആവും. ഗംഗ അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു. അപ്പോഴാണ് രമ്യ അവിടേക്ക് വന്നത്. അമ്മേ, രാഹുൽ വാങ്ങിക്കൊണ്ടുവന്ന പാലിരിപ്പുണ്ട്, എടുത്ത് ചായ ഇടാമോ? പുറത്തെവിടേക്കോ പോകാൻ തയ്യാറായി ഒരു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടാണ് രമ്യ വന്നിരിക്കുന്നത്. ചേച്ചി എവിടെ പോവാ? ഗംഗ ചോദിച്ചു. ഞാൻ റേഷൻ കട വരെ ഒന്ന് പോയിട്ട് വരാം. ഈ മാസത്തെ റേഷൻ വാങ്ങിയില്ലല്ലോ. പിന്നെ എനിക്ക് ബ്ലൗസിനുള്ള കുറച്ച് ലൈനിങ്ങും എടുക്കണം. രമ്യ പറഞ്ഞപ്പോൾ ഗംഗ ഒന്ന് തലകുലുക്കി. ദാ ഈ കട്ടൻ കുടിച്ചിട്ട് പോ, പറഞ്ഞുകൊണ്ട് തിളച്ച കട്ടനിലേക്ക് അല്പം പഞ്ചസാരയും ഒരു നുള്ള ഏലക്കാപ്പൊടിയും ഇട്ടുകൊണ്ട് ഉഷ അതൊന്ന് അടിച്ചെടുത്ത് അരിച്ച് ഒരു ഗ്ലാസ് രമ്യയ്ക്കും ഒരു ഗ്ലാസ് ഗംഗയ്ക്കുമായി കൊടുത്തു. പാലിന്റെ കാര്യം മറന്നുപോയി. അവനും കൂടെ വന്നിട്ട് ചായ ഇടാം മോളെ, ഉഷ പറയുകയാണ്. ചൂട് കട്ടൻ ഊതി ഊതി കുടിച്ചുകൊണ്ട് രമ്യ വേഗം തന്നെ റേഷൻ വാങ്ങാനുള്ള ബിഗ് ഷോപ്പറും പേഴ്സും കയ്യിലെടുത്ത് പുറത്തേക്ക് നടന്നു. ദേ രമ്യ, അന്നത്തെ പോലെ വെറുതെ സാധനവും വാങ്ങിക്കൊണ്ട് നടന്നു വരാൻ നിന്നേക്കരുത് കേട്ടോ. ഓട്ടോ പിടിച്ചിങ് എത്തിയാൽ മതി. ഉഷ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മുന്നോട്ട് നടന്ന രമ്യ തിരിഞ്ഞ് അവരെ ഒന്ന് നോക്കി തലകുലുക്കി. ശേഷം വീണ്ടും വേഗത്തിൽ മുൻപോട്ട് നടന്നുപോയി. അതൊരു പിശുക്ക് പെണ്ണ. വേണമെങ്കിൽ 2 കൈ നിറച്ച് സാധനം ഉണ്ടെങ്കിലും ഓട്ടോ വിളിക്കാതെ ആ ജംഗ്ഷൻ തൊട്ട് ഇവിടം വരെ നടന്നു വരും, ഉഷ പറഞ്ഞു. ആ, ഒന്നോർത്താല് അവളുടെ സാഹചര്യങ്ങളാ അവളെ ഇങ്ങനെ പിശുക്കിയാക്കി മാറ്റിയത്. അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾ നല്ല ഉടുപ്പും നല്ല ഫോണും ഒക്കെയായി അങ്ങനെയൊക്കെ അടിച്ചുപൊളിച്ച് നടക്കേണ്ട പ്രായത്തിലേ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും ചുമലിലേറ്റിയവളാ എൻ്റെ മോള്, ഉഷ അഭിമാനത്തോടെ രമ്യ പോകുന്നത് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു. ഗംഗയ്ക്കും ഇതിനോടകം അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഉഷ പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നില്ല. പക്ഷേ ഗംഗയ്ക്ക് സ്വയം ഒരു ഉൾക്കുത്ത് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, താനും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം പോകാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി അത് പറ്റില്ല. ഈ വീട്ടിലെ സാഹചര്യത്തിൽ താനും കൂടി ഒരു ജോലിക്ക് പോവാണെങ്കിൽ അതിവർക്കൊരു മുതൽക്കൂട്ടാകും, ഗംഗ മനസ്സിലോർത്തു. മാത്രമല്ല, തൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും രാഹുലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമില്ലെന്ന് ഗംഗയ്ക്കറിയാം. എന്തായാലും രാഹുലേട്ടൻ ഇന്ന് വൈകുന്നേരം മടങ്ങി വരുമ്പോൾ ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കണം. പറ്റുമെങ്കിൽ തനിക്ക് കൂടി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു തരാൻ പറയണം. ഒരുപാട് ദൂരത്തേക്കൊന്നും വേണ്ട, എന്നും പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, അതുമതി. ഗംഗ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറിയത്. പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ അവൾ കുളിച്ചു. വൈകുന്നേരമായപ്പോൾ വിളക്ക് വെച്ചു. പുറത്തേക്ക് പോയ രാഹുല് അപ്പോഴും മടങ്ങി വന്നിട്ടില്ല. ആ സമയമൊക്കെ സിറ്റിയിലെ തുണിക്കടയിൽ നിൽക്കുവാണ് രമ്യ. അന്ന് ശോഭനയ്ക്കൊപ്പം വന്ന സ്ത്രീകളിൽ ഒരാൾ കൊണ്ടുവന്നത് ഒരു റെയർ കളറാണ്. ആ ബ്ലൗസിന് ചേർന്ന ലൈനിങ് 2-3 കടകളിൽ കയറി ഇറങ്ങിയ ശേഷമാണ് കിട്ടിയത്. സാധാരണ തുണിക്ക് ലൈനിങ് എടുക്കുന്നതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഗംഗ എടുത്തു തീരുന്നത് ഇന്ന് 1 മണിക്കൂർ പിന്നിട്ടിട്ടും കിട്ടിയിരുന്നില്ല. ഒടുക്കം ലൈനിങ് ഒക്കെ എടുത്ത് കവലയിൽ വന്ന് റേഷൻ കടയിൽ നിന്ന് സാധനവും വാങ്ങിക്കൊണ്ട് അവൾ ജംഗ്ഷനിലേക്ക് എത്തി. 1-2 ഓട്ടോ കിടപ്പുണ്ട്. പക്ഷേ എന്തോ ഓട്ടോ വിളിച്ചു പോകാൻ അവൾക്ക് തോന്നിയില്ല. എന്നത്തെയും പോലെ കയ്യിലിരുന്ന ലൈനിങ്ങിന്റെ കവറും കൂടി റേഷൻ കടയിലെ ബിഗ് ഷോപ്പറിനുള്ളിലേക്ക് വെച്ച് ബിഗ് ഷോപ്പറിന്റെ 2 അറ്റവും കൂട്ടിപ്പിടിച്ചുകൊണ്ട് രമ്യ അതീവ ശ്രദ്ധയോടെ റോഡ് ക്രോസ് ചെയ്ത് മെല്ലെ മുന്നോട്ട് നടന്നു. നടന്നു പോകുന്നവളുടെ പിന്നാലെ ഒരു ഓട്ടോ വരുന്നത് അറിയുന്നുണ്ടെങ്കിലും രമ്യ മുഖം ഉയർത്തി നോക്കിയില്ല. എന്തോ അതിനവൾക്ക് കഴിഞ്ഞില്ല. രമ്യ നോക്കുന്നില്ലെന്ന് കണ്ടതും 2-3 പ്രാവശ്യം ഹോൺ മുഴക്കി അവൻ. എന്നിട്ടും അവൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും ഓട്ടോ അവൾക്കടുത്തേക്ക് ചേർത്ത് നിർത്തി. രമ്യ റോഡിൽ നിന്നും അല്പം കൂടി സൈഡിലേക്ക് ചേർന്ന് നിന്നുപോയി.
നിങ്ങൾ മനുഷ്യരെ വഴി നടക്കാൻ കൂടി സമ്മതിക്കില്ലേ? രമ്യ പതിഞ്ഞ സ്വരത്തിൽ, എന്നാൽ ഒരുതരം ഉറപ്പോടെ ചോദിച്ചു. ഞാൻ എത്ര പ്രാവശ്യം ഹോൺ അടിച്ചു? എന്നിട്ടും രമ്യയല്ലേ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതിരുന്നത്? എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ റോഡിൽ കൂടി പല വണ്ടികളും പോകും, ഹോണും മുഴക്കും എന്ന് കരുതി എല്ലാവരെയും നോക്കാൻ പറ്റൂ? എല്ലാവരെയും നോക്കണ്ട, എന്നെ നോക്കിയാലോ? സനീഷ് ചോദിച്ചതും രമ്യയുടെ നാസികത്തുമ്പ് ദേഷ്യം കൊണ്ട് വിറച്ചു. ഹ, ചൂടാകാതെ വണ്ടിയിലോട്ട് കയറുവെണ്ണേ. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ കവറും താങ്ങിപ്പിടിച്ച് ആരെങ്കിലും നടക്കുവോ? നിനക്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചുകൂടെ? സനീഷ് ചോദിച്ചപ്പോൾ രമ്യ മറുപടിയൊന്നും പറഞ്ഞില്ല. മിണ്ടാതെ വണ്ടിയിലേക്ക് കയറി ഇരുന്നതേ ഉള്ളൂ. ദേ സനീഷേട്ടാ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഓട്ടോയുമായിട്ട് എൻ്റെ പിന്നാലെ വരരുതെന്ന്. അതുകൊള്ളാം. സനീഷ് എന്തോ പറയാൻ തുടങ്ങും മുമ്പ് തന്നെ രമ്യ അവനെ തടഞ്ഞുകൊണ്ട് വീണ്ടും സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് പൈസയ്ക്കല്പം കുറവുണ്ട്, പക്ഷെ ഇതുവരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ചീത്തപ്പേരൊന്നും ഞാൻ കേൾപ്പിച്ചിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങളായിട്ട് അത് ഉണ്ടാക്കി തരരുത്. അവൾ അങ്ങേയറ്റം നിസ്സഹായതയോടെ പറഞ്ഞപ്പോൾ സനീഷിന് വല്ലായ്മ തോന്നി. രമ്യ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഇത്ര നാളുകൊണ്ട് നിന്നോട് പറയുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. നീയല്ലേ ഇപ്പോഴും എന്നെ കാണാത്തതുപോലെ നടക്കുന്നത്? സനീഷ പറഞ്ഞതിന് മറുപടിയായി രമ്യ തിരിച്ച് യാതൊന്നും തന്നെ പറഞ്ഞില്ല. വെറുതെ മിണ്ടാതെ നിന്നതേ ഉള്ളൂ. വളരെ സാവധാനമാണ് ഓട്ടോ മുന്നോട്ട് പോകുന്നത്. ഇതിനേക്കാൾ ഭേദം ഞാൻ നടന്നു പോകുന്നതായിരുന്നു. രമ്യ ആരോടെന്നല്ലാതെ പെറുപെറുത്തതും സനീഷിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി. രമ്യ, ഞാൻ അമ്മയും കൂട്ടി വീട്ടിലേക്ക് വരട്ടെ? നിങ്ങൾക്ക് എന്താ സനീഷേട്ടാ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? ഞാൻ ഓൾറെഡി എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞതല്ലേ. നീ പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്കതൊക്കെ അറിയാം. രമ്യ, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. സനീഷ് അങ്ങേയറ്റം താഴാഴ്മയോടെ പറഞ്ഞു. പക്ഷെ എനിക്ക് പ്രശ്നമാണ്. തൽക്കാലം ഒരു വിവാഹത്തിനൊന്നും ഞാൻ മനസ്സുകൊണ്ട് തയ്യാറല്ല. രമ്യ അല്പം കടുപ്പിച്ചു പറഞ്ഞു. സനീഷിന്റെ മുഖത്ത് നിരാശ പടർന്നു. ഏകദേശം 2 വർഷത്തോളമായി തനിക്കിങ്ങനെ ഒരു പ്രണയമുണ്ടെന്ന് സനീഷ് രമ്യയെ അറിയിച്ചിട്ട്. പക്ഷെ ഇന്ന് വരെ രമ്യയുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടൊരു മറുപടി അവന് ലഭിച്ചിട്ടില്ല. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെ രമ്യയെ നോക്കുന്നതല്ലാതെ പിന്നീട് ഈ ആവശ്യം പറഞ്ഞ് ഒരിക്കൽ പോലും അവൻ അവളുടെ പിന്നാലെ വന്നിട്ടില്ല. ഇപ്പൊ രാഹുലിന്റെ വിവാഹം കൂടി കഴിഞ്ഞെന്നറിഞ്ഞ സാഹചര്യത്തിലാണ് ഒരിക്കൽ കൂടി രമ്യയോട് ഇതേപ്പറ്റി സംസാരിക്കാമെന്ന് സനീഷ് തീരുമാനിക്കുന്നത് തന്നെ. ഓട്ടോ അവളുടെ വീടിന്റെ ഭാഗത്തേക്ക് കൊണ്ട് നിർത്തിയതും സനീഷ് ഒരിക്കൽ കൂടി പ്രതീക്ഷയോടെ രമ്യയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ ആ നോട്ടം രമ്യയുടെ നെഞ്ചിലേക്കാണ് വന്ന് തറച്ചത്. അവൾക്ക് ഹൃദയം വേദനിച്ചു. ഒരിക്കൽ കൂടി അവനെ നോക്കിയാൽ തൻ്റെ കണ്ണിൽ താൻ ഒളിപ്പിച്ചു പിടിച്ച പ്രണയം അവൻ തിരിച്ചറിഞ്ഞു പോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു. ഓട്ടോയിലിരുന്ന് ബിഗ് ഷോപ്പറെടുത്ത് നിലത്തേക്കിറക്കി വെച്ചുകൊണ്ട് അവൾ കയ്യിലിരുന്ന് ചെറിയ മണിപ്പേഴ്സ് തുറന്നു. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ അവൻ വണ്ടിയെടുത്തു പോയി. തന്നിൽ നിന്ന് അകന്നു പോകുന്നവനെ അവൾ ഒന്നു നോക്കി. അതേസമയം മിററിൽ കൂടി അവനും നോക്കിയത് അവളെ തന്നെയായിരുന്നു. അവളുടെ മിഴികളിലെ ഭാവം അത് തന്നോടുള്ള പ്രണയമാണോ അതോ എതിർപ്പാണോ? എന്തോ അവനത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ സമയം സനീഷിന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞ് കാഴ്ച മങ്ങും പോലെ അവന് തോന്നി. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് ഓടിച്ച ശേഷം റോഡ് സൈഡിൽ അവൻ വണ്ടി നിർത്തി. ഇട്ടിരുന്ന കാക്കി ഷർട്ടിന്റെ കോളറിൽ കണ്ണമർത്തി തുടച്ചു. മുഖത്തൊരു പുഞ്ചിരി എടുത്തണിഞ്ഞുകൊണ്ടവൻ വീണ്ടും മുന്നോട്ടേക്ക്. രമ്യയ്ക്ക് ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. അവനോടങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ ഒരു തോന്നല്. എന്തൊക്കെ പറഞ്ഞാലും പ്രേമം പറഞ്ഞ് ഇതുവരെ ശല്യപ്പെടുത്തിയിട്ടില്ല. എത്രയോ സ്ഥലങ്ങളിൽ എവിടെ വെച്ചൊക്കെ കണ്ടിരിക്കുന്നു. അനാവശ്യമായ ഒരു നോട്ടം പോലും തന്നെ തേടി എത്തിയിട്ടില്ല. അതിനേക്കാളൊക്കെ ഏറെ അവളെ അതിശയിപ്പിച്ചത് ഇന്ന് വരെ തങ്ങൾ രണ്ടാളും അല്ലാതെ അതേപ്പറ്റി ഈ നാട്ടിൽ പോലും മറ്റൊരാൾക്ക് അറിയില്ല. അതിനു പോലുമുള്ള ഇട കൊടുത്തിട്ടില്ലവൻ. പക്ഷേ വീട്ടിലെ അവസ്ഥ ഓർക്കുമ്പോൾ പെട്ടെന്ന് വിവാഹം കഴിച്ചു പോകാനും അവൾക്ക് മനസ്സില്ല. തൻ്റെ കൂടി വരുമാനത്തിലാണ് വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നത് നിലച്ചാൽ ആ ചിന്തയിൽ പോലും രമ്യ ഒന്ന് വിറച്ചു. അവൾ തലകുലുക്കി. മനസ്സിൽ കയറുകൂടിയ ഇഷ്ടം ഞൊടിയിട കൊണ്ട് കുടഞ്ഞെറിഞ്ഞവൾ. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ബിഗ് ഷോപ്പറും എടുത്ത് വീടിനുള്ളിലേക്ക് കയറി. ആ, നീ വന്നായിരുന്നോ? ഓട്ടോയുടെ സൗണ്ടൊന്നും കേട്ടില്ലല്ലോ. ഓട്ടോയിലല്ലേ വന്നത്? ഉഷ ചോദിച്ചുകൊണ്ട് രമ്യയുടെ അടുത്തേക്ക് വന്നു. ഓട്ടോയിലാമ്മേ വന്നത്. ഏതോട്ടോ? നമ്മുടെ സനീഷേട്ടൻ്റെ. ആഹാ, സനീഷിൻ്റെ ഓട്ടോ ആയിരുന്നോ?
നീ എന്താ അവനോട് കയറാൻ പറയാഞ്ഞത്? ചായ കുടിച്ചിട്ട് പോകായിരുന്നല്ലോ. ഉഷ പെട്ടെന്നത് ചോദിച്ചതും രമ്യൊന്നും വല്ലാതായി. മറ്റൊന്നും കൊണ്ടല്ല, സനീഷിനെ ആ നാട്ടിൽ എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ്. ആ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നവൻ. പോരാത്തതിന് രാഹുലിന്റെ കൂട്ടുകാരനുമാണ്. മുൻപിടയ്ക്കൊക്കെ രാഹുലിനൊപ്പം വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. തന്നോട് ഇഷ്ടം പറഞ്ഞ ശേഷം ഇന്ന് വരെ അവൻ ഈ വീട്ടിലേക്ക് കയറിയിട്ടില്ല. രമ്യ അത്ഭുതത്തോടെ ഓർത്തു. അമ്മ ദാ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് അടുക്കളയിൽ വെക്ക്. അല്ല മോളെ, നീ എന്താ ഇത്രയും താമസിച്ചത്? ഒന്നും പറയണ്ടമ്മേ. ഒരു ബ്ലൗസിന്റെ ലൈനിങ് കിട്ടാന് 2-3 കടകൾ കയറിയിറങ്ങി. കിട്ടിയോ മോളെ ലൈനിങ്? ഒടുക്കം കിട്ടിയമ്മേ. അതും പറഞ്ഞുകൊണ്ടവൾ ബിഗ് ഷോപ്പറിൽ നിന്നും തുണിക്കടയിലെ കവർ എടുത്തുകൊണ്ട് ബിഗ് ഷോപ്പർ ഉഷയുടെ കയ്യിലേക്ക് കൊടുത്തു. അവരതും കൊണ്ട് നേരെ അടുക്കളയിലേക്കും പോയി. റൂമിലൂടെ തലങ്ങും വിലങ്ങും നടക്കുവാണ് രമ്യ. കണ്ണടച്ചു തുറക്കുന്ന ഓരോ നിമിഷവും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സനീഷിന്റെ മുഖമാണ്. നിസ്സഹായതയോടെയുള്ള അവന്റെ നോട്ടം. അത് ചിന്തയിലേക്ക് എത്തുമ്പോൾ അറിയാതെ രമ്യയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആദ്യമൊക്കെ സനീഷേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ നേരത്തൊക്കെ എന്തോ ഒരു തരം ഇഷ്ടക്കേടായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ പ്രണയിക്കാനൊന്നുള്ള മനസ്സുമില്ല. പക്ഷെ താൻ ഇഷ്ടം നിരസിച്ച ശേഷം പല സ്ഥലങ്ങളിലും വെച്ച് കാണുമ്പോഴൊക്കെയും തന്നെ ഒഴിവാക്കി വിടുന്നത് പോലെ ഒരു തോന്നലുണ്ടായി. ആദ്യമായി ആ മനുഷ്യന്റെ ചിന്ത മനസ്സിലേക്ക് കയറിക്കൂടി തുടങ്ങി. പിന്നെ എപ്പോഴോ താനും ആ പ്രണയച്ചുഴിയിൽ അകപ്പെട്ടു പോയി. പക്ഷെ താനും ആളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുവാനുള്ള മനക്കെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെ പിന്നോട്ട് വലിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. മുറിയിലേക്ക് ഡ്രസ് മാറാൻ പോയ രമ്യ കുറച്ചേറെ സമയമായിട്ടും തിരികെ വന്നില്ലെന്ന് കണ്ടതും ഉഷ അവിടേക്ക് ചെന്നു. ഉഷ ചെല്ലുമ്പോൾ രമ്യ എന്തൊക്കെയോ ആലോചനകളിൽ മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. ആഹാ, നീ ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ? ഇതെന്തൊരു നടപ്പാടി? ഉഷ വന്ന് ചോദിച്ചതും പെട്ടെന്ന് രമ്യ വെപ്രാളത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഡ്രസ്സ് മാറാൻ പോവാമേ. അതുകൊള്ളാം. വേഗം വന്ന് ഡ്രസ്സ് മാറിയിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്ക്. ഞാൻ വൈകിട്ട് ഇച്ചിരി കപ്പ പുഴുങ്ങി. എന്നിട്ട് ഗംഗയ്ക്കും കൂടി കൊടുക്ക്. വൈകിട്ട് ഞാൻ അവളോട് പറഞ്ഞതാ, നീ കൂടി വന്നിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന്. രണ്ടുപേരും കൂടി പോയിരുന്ന് കഴിക്കാൻ നോക്ക്. ശരിയമ്മേ, രമ്യ പതർച്ചയോടെ പറഞ്ഞതും ഉഷ അവളെയൊന്ന് ആകമാനം നോക്കി. പിന്നെ അടുക്കളയിലേക്ക് നടന്നു. രമ്യ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. നേരെ പോയത് ഗംഗയുടെ അടുത്തേക്കാണ്. അവളോട് ഫോണും നോക്കി ഇരിക്കുകയാണ്. ഗംഗേ, വാ, കപ്പ പുഴുങ്ങിയതുണ്ട്, അത് കഴിക്കാം. രമ്യ പറഞ്ഞതും ഗംഗയും അവൾക്കൊപ്പം വന്നിരുന്നു. ഇരുവരും അടുക്കളയിലേക്ക് ആഹാരം കഴിക്കാനായി ഇരുന്നു. യാന്ത്രികമായി രമ്യ എന്തൊക്കെയോ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അവളുടെ മനസ്സിവിടെയെങ്ങും അല്ലെന്ന് ഗംഗയ്ക്ക് തോന്നി. ചേച്ചിക്ക് എന്നാ പറ്റി? എന്തെങ്കിലും വയ്യായികയുണ്ടോ? ഗംഗ ചോദിച്ചു. ഏയ്, എന്ത് വയ്യായിക? ഒന്നുമില്ല. രമ്യ പെട്ടെന്നൊരാലോചനയോടെ പറഞ്ഞു. അങ്ങനല്ല, സാധാരണ ചേച്ചി എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാറുള്ളതല്ലേ? അപ്പോഴാണ് രമ്യയും ഓർത്തത് ഇത്ര നേരമായിട്ടും താൻ അവളോടൊരു അക്ഷരം പോലും സംസാരിച്ചില്ലല്ലോ എന്ന്. അത് പിന്നെ ഗംഗെ, എനിക്ക് എന്താ ചേച്ചി, തലവേദനയാണോ? രമ്യ പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതും ഗംഗ അങ്ങോട്ട് ചോദിച്ചു. എങ്കിൽ പിന്നെ കഴിച്ചിട്ടേ കുറച്ചു നേരം പോയി കിടക്കി ചേച്ചി. ചിലപ്പോൾ സിറ്റിയിലൊക്കെ പോയി അലഞ്ഞിട്ട് വന്നതല്ലേ, അതിൻ്റെ ആവും. ഗംഗ സ്നേഹത്തോടെ പറഞ്ഞു. രാഹുൽ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് സനീഷിന്റെ ഫോൺ കോൾ അവനെ തേടിയെത്തിയത്. പറ സനീഷേട്ടാ, എന്തൊക്കെയുണ്ട്? കുറച്ചായല്ലോ വിളിച്ചിട്ട്. രാഹുൽ സൗഹൃദത്തോട് ചോദിച്ചു. എടാ രാഹുലെ, നീ എവിടാ? എന്തേലും തിരക്കിലാണോ? ഏയ് അല്ല ഏട്ടാ, ഞാൻ എന്താ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിൽക്കുക. എടാ, എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. എപ്പോഴാ ചേട്ടാ? ഇന്നാണോ? സമയമുള്ളതുപോലെ മതി. പറ്റുമെങ്കിൽ നാളെ വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? ചേട്ടാ, എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? അത്യാവശ്യകാര്യമാണ്, പക്ഷേ നീ ടെൻഷനാവൊന്നും വേണ്ട. രാഹുൽ വെപ്രാളത്തോടെ ചോദിക്കുന്നത് കേട്ടതും സനീഷ് പറഞ്ഞു. എങ്കിൽ പിന്നെ നാളെ വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് വിളിക്കാൻ ചേട്ടാ. കവലയെ വെച്ച് കാണാം. ശരിയടാ. പറഞ്ഞുകൊണ്ട് സനീഷ് ഫോൺ വെച്ചു. കൂട്ടുകാരനോട് യാത്ര പറഞ്ഞുകൊണ്ട് രാഹുൽ അപ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചിരുന്നു. എന്താണോ കാര്യം? സനീഷേട്ടൻ എങ്ങനെ വെറുതെ വിളിക്കില്ല? ആ, നാളെ ആവട്ടെ. അവൻ ഓർത്തുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു പോയത്. തുടരും. ഒരു നാടൻ കഥ. നമ്മുടെ അയൽവീട്ടിലെ ഒരു കുടുംബം. അത്രയും ഓർത്താൽ മതി. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. സ്നേഹത്തോടെ മിത്ര.
താങ്ക് യു.